RSS ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു രമേശ് ചെന്നിത്തല. അതിലൊരു കൗതുകമുണ്ട്. നേരത്തെ ജോസി രമേശ് ചെന്നിത്തലയോട് ചോദിച്ചതുപോലെ തന്നെ ഇന്ന് കോട്ടയത്ത് പുതുകയാത്ര അതിൻ്റെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കെ രമേശ് ചെന്നിത്തലയും ക്യാമറകൾക്ക് മുമ്പിലേക്ക് വരുന്നു, അദ്ദേഹവും കൂടുതൽ ദൃശ്യത നേടുന്നു എന്ന പ്രശ്നമുണ്ട്. ജോസി രമേശിനോട് ചോദിച്ച പോലെ അപ്പുറത്ത് യാത്ര നടക്കുമ്പോൾ ഇപ്പുറത്തൊരു വിസിബിലിറ്റിക്ക് ശ്രമിക്കുകയാണോ രമേശ് ചെന്നിത്തല? സത്യത്തിൽ അത് കാമ്പുള്ള ഒരു കാര്യമാണോ, ഒരു വിമർശനമാണോ? തീർച്ചയായും നിഷാദ്, രാവിലെ പുതിയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന വ്യക്തികളുമായി വി ഡി സതീശൻ മുഖാമുഖം നടത്തുകയും അതിനുശേഷം വാർത്താ സമ്മേളനം വിളിച്ച് ചേർക്കുകയൊക്കെ ചെയ്തതിന് സമാന്തരമായി തന്നെയാണ് രമേശ് ചെന്നിത്തല ഇത്തരം ഒരു നീക്കമുണ്ടായതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയം. രാവിലെ 8 കൂടി ആദ്യം ഓർത്തഡോക്സ് അരമനയിലെത്തി ഓർത്തഡോക്സ് കാതോലിക്ക ബാവ മാത്യുസ്തുതിയും കാതോലിക്ക ബാവയുമായി അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സന്ദർശനമാണ് താൻ നടത്തിയത്. തനിക്ക് ദീർഘകാലമായി ഓർത്തഡോക്സ് സഭയുമായി ബന്ധമുണ്ട് എന്നതാണ് രമേശ് ചെന്നിത്തല അതിനുശേഷം പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ NSS ആസ്ഥാനത്ത് അല്പം മുമ്പ് എത്തി. മന്നം സമാധി ദിനമാണ് ഇന്ന്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. എന്തായാലും എല്ലാ സമുദായ നേതാക്കളുമായും തനിക്ക് നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സന്ദർശനം നടത്തുന്നത്. അല്ലാതെ ഇതിനൊരു ഈ പുതുയുഗ യാത്രക്കെതിരായുള്ള ഒരു തന്റെ സന്ദർശനമല്ല എന്ന് അദ്ദേഹം പ്രത്യേകമായി പറയുകയും ചെയ്തു. അല്ല, ഇന്നലെയും ചങ്ങനാശ്ശേരിയിലടക്കമുള്ള പല സമ്മേളനങ്ങളും താനാണ് ഉദ്ഘാടനം ചെയ്തത്. പുതുയുഗ യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് രമേശ് ചെന്നിത്തല നടത്തുന്ന ഇപ്പോഴത്തെ ചില എക്സസൈസ്. അത് ആ നിലയ്ക്കുള്ള ചില വ്യാഖ്യാനങ്ങൾ കൂടി നൽകുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പുറത്ത് സന്ദർശനം നടത്തുന്നു, അപ്പുറത്ത് വി ഡി സതീശന്റെ പുതുയുഗയാത്ര നടക്കുന്നു. പക്ഷേ കേരളത്തിലെ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എക്സസൈസ് എന്ന് പറയുന്ന സംഗതി പുതുയുഗയാത്രയാണ്. അത് കോട്ടയത്ത് പോകുമ്പോൾ അപ്പുറത്ത് രമേശ് ചെന്നിത്തല സമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്ന ഒന്നാണ്. ആ നിലയിലുള്ള ക്വസ്റ്റ്യൻസും അദ്ദേഹത്തിന് നേരെ ഉയർന്നു വരികയും ചെയ്യുന്നത് നാം കാണുകയും ചെയ്യുന്നു. രമേശ് അപ്പുറത്ത് സതീശൻ അപ്പുറത്ത് യാത്ര നടത്തുമ്പോൾ രമേശ് ഇപ്പുറത്ത് NSSന്റെയും അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെയും ആസ്ഥാനത്ത് പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കൗശലമുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം നിഷേധിക്കുകയും പുതുയുഗ യാത്ര കേരളത്തിൽ ആകമാനം വലിയ പ്രകമ്പനം ഉണ്ടാക്കുന്നു എന്ന് മറുപടി പറഞ്ഞ് അതിൽ നിന്ന് അദ്ദേഹം ഊരിപ്പോവുകയും ചെയ്യുന്നതാണ് കാണുന്നത്. എന്തായാലും കോൺഗ്രസിൽ നിന്ന് കൗതുകകരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള പലതരം ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്.